ബേപ്പൂർ സീറ്റിൽ പി.വി. അൻവറിനെ മത്സരിപ്പിച്ചത് ശരിയായില്ലെന്ന് കോഴിക്കോട് DCC. അൻവർ സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചത് അവമതിപ്പുണ്ടാക്കി. തുടർച്ചയായി റിയാസിനെ വ്യക്തിഹത്യ നടത്തിയത് തിരിച്ചടിയായി. കോൺഗ്രസ് സ്ഥാനാർത്ഥി മത്സരിച്ചിരുന്നുവെങ്കിൽ വിജയിച്ചേനെ എന്നും DCC യോഗത്തിൽ വിമർശനമുണ്ട്. കോഴിക്കോട് ജില്ലയ്ക്ക് മന്ത്രിയെ നൽകാതിരുന്നത് അവഗണനയാണെന്നും DCC പറയുന്നു. സരീഷ് PK വിവരങ്ങളുമായി ചേർന്നുണ്ട്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഈ തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ സ്വയം സ്ഥാനാർത്ഥിത്വമൊക്കെ പ്രഖ്യാപിച്ച് ബേപ്പൂരിൽ പ്രചാരണം സ്വന്തം നിലയ്ക്ക് ആരംഭിച്ചിരുന്നു പി.വി. അൻവർ. അതിന് ശേഷം പിന്നീട് അദ്ദേഹത്തിന്റെ നിലപാടിനൊപ്പം സഞ്ചരിക്കുന്ന കോൺഗ്രസിനെയാണ് കണ്ടത്. പലയിടങ്ങളിലും UDF പ്രവർത്തകർ പി.വി. അൻവറിന് വേണ്ടി പോസ്റ്ററുകൾ ഉയർത്തി അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ സ്വാഗതം ചെയ്തു. അപ്പോഴും മറുവിഭാഗത്തിന് എതിർപ്പുണ്ടായിരുന്നു, മുറുമുറുപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ പി.വി. അൻവർ ഒരിക്കൽ നടത്തിയ കോഴിക്കോട് കേന്ദ്രീകരിച്ച് ഒരു മിനി ക്യാബിനറ്റ് പ്രവർത്തിക്കുന്നുണ്ട് എന്നൊക്കെ നടത്തിയ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ മുല്ലപ്പള്ളി രാമചന്ദ്രന്റേത് പോലും വിമർശനങ്ങൾക്ക് പാത്രമാകേണ്ടി വന്നിട്ടുണ്ട് പി.വി. അൻവറിന്. എനിക്ക് തോന്നുന്നു അന്ന് പറഞ്ഞത് ഈ കോൺഗ്രസിനെ ഒരു വഴിയമ്പലമായി കാണരുതെന്നോ അങ്ങനെ എന്തോ ഒരു കടുത്ത വാക്കുപോലും മുല്ലപ്പള്ളിക്ക് ഒരു ഘട്ടത്തിൽ പ്രയോഗിക്കേണ്ടിയൊക്കെ വന്നിരുന്നു. ഇപ്പം നിലവിൽ DCC ഈ വിഷയത്തെ എങ്ങനെയാണ് വിമർശിക്കുന്നത്, പി.വി. അൻവറിന്റെ സ്ഥാനാർത്ഥിത്വത്തെ? തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്നലെയാണ് DCC നേതൃയോഗം ചേർന്നത്. DCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം ഈ സ്ഥലത്തേക്ക് എത്തുകയും യോഗം വിളിക്കുകയുമായിരുന്നു. കാരണം പ്രവീൺ കുമാർ അവിടെ MLA ആയി തിരഞ്ഞെടുക്കപ്പെടുകയും അതുമായി ബന്ധപ്പെട്ട അടിയന്തര യോഗങ്ങളൊക്കെ ഉള്ളതിനാൽ ആണ് അല്പം വൈകിയത്. പക്ഷേ ഇന്നലെ ചേർന്ന യോഗത്തിൽ കൃത്യമായി ഒരു സ്ഥലത്തേക്ക് മാത്രം കേന്ദ്രീകരിച്ച് വിമർശനം ഉണ്ടായി എന്നുള്ളതാണ്. കാരണം ജില്ലയിലെ മറ്റ് മണ്ഡലങ്ങളെല്ലാം പിടിച്ചെടുക്കാൻ സാധിച്ചപ്പോഴും ബേപ്പൂർ മണ്ഡലത്തിൽ അൻവർ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ പ്രവീൺ കുമാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് അത് കൃത്യമായി പരിശോധിക്കും, എന്താണ് എവിടെയാണ് വീഴ്ച സംഭവിച്ചത് എന്ന് പരിശോധിക്കുമെന്നായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. പക്ഷേ ഇന്നലെ നടന്ന യോഗത്തിൽ കൃത്യമായ വിമർശനമാണ് പ്രവർത്തകരും അതോടൊപ്പം തന്നെ മണ്ഡലം ഭാരവാഹികളും മുന്നോട്ട് വെച്ചത്. ആദ്യഘട്ടത്തിൽ മറ്റ് മണ്ഡലങ്ങളിലെ പ്രവർത്തനങ്ങളൊക്കെ വലിയ രീതിയിൽ മികച്ചതാണ് എന്ന് പറഞ്ഞപ്പോൾ മണ്ഡലം ഭാരവാഹികൾ, ബേപ്പൂർ മണ്ഡലത്തിലെ ഭാരവാഹികൾ എഴുന്നേറ്റ് നിന്ന് കൃത്യമായി തങ്ങളുടെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. അതിൽ ആദ്യം പറഞ്ഞത് UDF സ്ഥാനാർത്ഥി എന്ന് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ അൻവർ മണ്ഡലത്തിലേക്ക് എത്തുകയും സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും തൃണമൂൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി താൻ മത്സരിക്കാൻ പോവുകയാണ് എന്ന രീതിയിലേക്ക് പ്രഖ്യാപിക്കുകയും അവിടെ ക്യാമ്പയിൻ ആരംഭിക്കുകയും ചെയ്തു. അതിന് തൊട്ടു പിന്നാലെയാണ് UDF അദ്ദേഹത്തിന് സ്ഥാനാർത്ഥിത്വം നൽകുന്നതും അതിനുശേഷം കോൺഗ്രസിന്റെ പ്രവർത്തകരെല്ലാം എത്തുന്നതും. പക്ഷേ അപ്പോഴും അവിടെ താൻ ഒറ്റയ്ക്കാണ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നൊരു പ്രതീതി ഉണ്ടാക്കാൻ അൻവർ ശ്രമിച്ചു എന്നുള്ളതാണ് ആദ്യത്തെ വിമർശനമായി മുന്നോട്ട് വെച്ചത്. അതിനുശേഷം പിന്നീട് പറഞ്ഞത് മുസ്ലിം ലീഗിൻ്റെയും അതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെയും പ്രവർത്തകരിൽ ചില അപമതിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ പലപ്പോഴായി അൻവറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതോടൊപ്പം തന്നെ അൻവറിനോടൊപ്പം എത്തിയ ആളുകൾ, അതായത് മറ്റ് മണ്ഡലങ്ങളിൽ നിന്നും എത്തുന്ന അൻവറിനോടൊപ്പം നിൽക്കുന്ന ആളുകൾ, അവരായിരുന്നു ക്യാമ്പയിന് നേതൃത്വം നൽകിയതും എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത്. അവിടെ മണ്ഡലം പ്രസിഡന്റ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉണ്ടായിരുന്നു, UDF കൺവീനർ ഉണ്ടായിരുന്നു. ഇവരെ ഒന്നും അറിയിക്കാതെയാണ് മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ നടത്തിയത്. അതോടൊപ്പം തന്നെ വിമർശനം നടത്തുക അല്ലെങ്കിൽ രാഷ്ട്രീയമായി വിമർശിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അത്തരത്തിലുള്ള എതിർ സ്ഥാനാർത്ഥിയെ വിമർശിക്കുന്ന രീതികളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ അൻവർ എപ്പോഴും ശ്രമിച്ചത് റിയാസിനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനാണ്. ആ വ്യക്തിപരമായ അധിക്ഷേപം പല കുറി നടന്നപ്പോൾ സ്വാഭാവികമായും ആളുകൾ അതിനെതിരാവുകയും നിഷ്പക്ഷരായ വോട്ടർമാർ റിയാസിന് അനുകൂലമായി നിൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത് വലിയൊരു തിരിച്ചടിയായി എന്നുള്ളതാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ അദ്ദേഹം അല്ലെങ്കിൽ മീറ്റിങ്ങിൽ പറഞ്ഞ മറ്റൊരു കാര്യം, ഈ പി.വി. അൻവർ പല സ്ഥലങ്ങളിലും പ്രചരണത്തിന് എത്തിയില്ല. കോൺഗ്രസ് നിശ്ചയിച്ചതിനപ്പുറത്തേക്ക് പല ക്യാമ്പുകളിലും അല്ലെങ്കിൽ പല വ്യക്തികളെയും അദ്ദേഹം വ്യക്തിപരമായി നേരിൽ കാണാനുള്ള ശ്രമമാണ് നടത്തിയത്. പല ക്യാമ്പയിനുകളും കോൺഗ്രസിന് സ്ഥാനാർത്ഥി ഇല്ലാതെ നടത്തേണ്ടി വന്നിട്ടുണ്ട്. അതിൽ മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ UDFന്റെ ക്യാമ്പയിനിൽ സ്ഥാനാർത്ഥി എത്തിയില്ല എന്നുള്ളത് മുസ്ലിം ലീഗ് ഗൗരവമായാണ് UDF യോഗത്തിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള വീഴ്ചകൾ, അൻവറിൻ്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ചകൾ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കുന്ന സമീപനം ഇനിയെങ്കിലും ഉണ്ടാകരുത് എന്നൊരു വിമർശനം കൂടി UDFന്റെ അല്ലെങ്കിൽ DCC നേതൃയോഗത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും വലിയ വിമർശനമാണ് അൻവറിനെതിരെ ഉണ്ടായിട്ടുള്ളത് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് UDFന് അല്ലെങ്കിൽ കോഴിക്കോടിനെ സംബന്ധിച്ചിടത്തോളം ചരിത്ര നേട്ടമാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുള്ളത്. 13 മണ്ഡലത്തിൽ 12 സ്ഥലങ്ങളിലും വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതുവരെ ചരിത്രത്തിൽ ഇല്ലാത്തൊരു നേട്ടമാണ് പ്രത്യേകിച്ച് കോൺഗ്രസിന്
കൂടുതൽ MLA-മാരെ സമ്മാനിക്കാൻ സാധിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിനും ഇത്തവണ കൂടുതൽ സീറ്റുകൾ നേടാനായിട്ടുണ്ട്. എന്നിട്ട് പോലും എന്തുകൊണ്ടാണ് കോഴിക്കോടിന് ഒരു മന്ത്രിയെ നൽകാതിരുന്നത് എന്നൊരു ചോദ്യമാണ് മുന്നോട്ട് വെച്ചത്. KPCC വൈസ് പ്രസിഡന്റ് ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ ഇരിക്കുന്ന യോഗത്തിലായിരുന്നു ഈ വിമർശനം എന്നുള്ളതും നമ്മൾ കാണേണ്ടതാണ്.